ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിലെടുത്തിട്ട് ചായ തിളപ്പിക്കാൻ പോയി, മക്കൾക്ക് പാല് തിളപ്പിക്കാൻ പോയി, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജീരക വെള്ളം ഉണ്ടാക്കി ഇതൊക്കെ കുടിച്ചു. അതിനുശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. കറിയായിട്ടല്ല വെക്കുന്നത്, തിക്ക് ഗ്രേവി ആയിട്ട് ചിക്കൻ ഉലത്തിയതുപോലെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയ മക്കൾക്ക് ഇന്ന് ദോശയായിട്ട് ചിക്കൻ ഉലത്തിയത് മതിയെന്ന് പറഞ്ഞു. അത് കാരണമാണ് ഇന്ന് അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരാൾക്ക് തക്കാളി ചട്നി വേണമെന്ന് പറഞ്ഞത് കാരണം അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചിക്കൻ ഉലത്തിയത് ഉണ്ടാക്കി നല്ല തിക്ക് ഗ്രേവിയോടുകൂടി ദോശയായിട്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും ചമ്മന്തി സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് മക്കൾ ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ ചിക്കൻ ഗ്രേവിയും പിന്നെ തക്കാളി ചട്നിയും ദോശയൊക്കെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇന്ന് കഴിപ്പ് തന്നെ കഴിപ്പാണ്. ഇന്ന് മൊത്തത്തിൽ കഴിക്കുന്ന വീഡിയോ ഉള്ളു കേട്ടോ. പിന്നീട് ഞാൻ പിങ്കിയായിട്ട് കുറേ നേരം കളിച്ചു. അതിനുശേഷം പിന്നെ അമ്മു ആണെങ്കിൽ പേരയ്ക്കാണോ എന്തോ എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിനകത്തോട്ട് നോക്കുകയാണ്. അങ്ങനെ അമ്മ പോയി ഒരു പേരയ്ക്ക എടുത്തിട്ടുണ്ടെന്ന് അമ്മ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം എനിക്കൂടെ കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് തരണേന്ന് പറഞ്ഞ് ഞാൻ പിന്നെ 5 മിനിറ്റ് കട്ടിലിൽ പോയി കിടന്നു കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് കട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. പിന്നെ തീറ്റി മത്സരമാണ്. ഇന്ന് ഫുള്ള് തിന്നുന്ന വീഡിയോ ആണ് ഫുള്ളും കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം തൂത്ത് വാരിയപ്പോൾ കുറേ ടാബ്ലറ്റ്സ് കിട്ടി. എക്സ്പയറി ഡേറ്റ് ആയതും അല്ലാത്തതും എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അതെല്ലാം വേസ്റ്റ് കൊട്ടേ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അക്കും അമ്മയും കൂടെ മൊബൈലിൽ കളിക്കുന്നത്. അപ്പം എന്നിട്ട് കുറച്ച് നേരം അവരിരുന്ന് പിസ്ത കഴിക്കുകയാണ്. അതിനുശേഷം എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഞാൻ തൂക്കുകയും തുടക്കുകയും അതൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നീട് ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഒരു പുളിമിഠായി ഇരിക്കുന്നു. ഞാൻ അങ്ങനെ 2 പുളിമിഠായി എടുത്ത് വെച്ചു. ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നൊസ്റ്റാൾജി ചെയ്തൊക്കെ പണ്ടത്തെ കാലത്തെ ഇത്രയും കുരു കിട്ടി അതിനകത്തുനിന്ന് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ പൊതിച്ചോറാണ്, മക്കൾ നോർമൽ ചോറാണ് കഴിക്കുന്നത്. ഒരുപാട് കറികളുണ്ട്. രസം, കാച്ചിയ മോര്, കാച്ചാത്ത മോര്, പിന്നെ മത്തങ്ങ അരിശ്ശേരി, അതുപോലെ തന്നെ ചീരത്തോരൻ, മാങ്ങ അച്ചാറിട്ടത്, വെറൈറ്റീസ് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ പൊതിച്ചോറ് ചിക്കൻ ഗ്രേവിയും ഓംപ്ലേറ്റും വെച്ച് കഴിക്കണം. മക്കൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പ്ലേറ്റിനകത്താണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫുള്ളായി. പിന്നെ അതിനുശേഷം മക്കളും കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾ അവിടോട്ട് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പൂച്ചയ്ക്കുള്ള ഫുഡാണ് കിച്ചു കൊണ്ടുവരുന്നത് കേട്ടോ. ഇത്രയും ഫുഡാണ് പൂച്ചയ്ക്ക് മന്ത്ലി മേടിക്കുന്നത് കേട്ടോ. നമ്മുടെ പൂച്ചയ്ക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് കൊടുക്കാറില്ല. കാരണം രണ്ടും പേർഷ്യൻ ക്യാറ്റ് അല്ലേ. വീട്ടിലെ ഫുഡ് കൊടുത്താൽ അവരുടെ ഹെയർ കൊഴിഞ്ഞു പോകും. അത് കാരണം കൊടുക്കാൻ പാടില്ല. പിന്നെ ഇത് രണ്ട് ചാക്കിരിക്കുന്ന അവരുടെ ഇതാണ്, മണ്ണാണ്. അതിലാണ് അവർ ബാത്റൂം പോകുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അമ്മൂനും മുടിയൊക്കെ ചീകി പിന്നി കെട്ടിക്കൊടുത്തു. അപ്പോൾ അക്കു ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. എന്തോ നട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് കൂടെ വന്നിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ അമ്മ കുറച്ച് നേരം വീഡിയോസൊക്കെ കാണാനെന്ന് കൊണ്ട് പോയി കിടക്കുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തെ കട്ടിലെ, അമ്മ അപ്പുറത്തെ കട്ടിലെ. അമ്മ കഴിക്കുന്നത് എന്താണെന്നറിയാം? പട്ടാണിയാണ് ഈ കഴിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഫുള്ളും കഴിക്കുന്ന വീഡിയോ ആണ്. ബാലൻസ് വീഡിയോ ഒക്കെ മിസ്സായിപ്പോയി. പിന്നെ അതിനുശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പീസ് ചക്ക കൊണ്ടുവന്നേ. നാട്ടിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ചക്കയും ഈ 2 മാങ്ങായും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അന്നേരം തന്നെ ഞങ്ങൾ ആ ചക്ക അക്കൂട്ടനെ ഉലിച്ച് ഞങ്ങൾ കഴിക്കുകയാണ്. എന്നിട്ട് 2 മാങ്ങായും എടുത്ത് ഞങ്ങൾ കട്ട് ചെയ്ത് കേട്ടോ. കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. അക്കുവാണ് ചക്കയെല്ലാം ഉളിച്ചത്. ഞാൻ പിന്നെ മാങ്ങ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇക്കായും ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഓർത്ത് ചായയും കൂടെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഓർക്കുന്നത് എന്തോ കോമ്പിനേഷൻ ആണല്ലേ, ചായയും ചക്കയും മാങ്ങ ഒക്കെ അല്ലേ. എന്ത് ചെയ്യാൻ. പിന്നെ ഇക്കായ്ക്ക് ഞാൻ റൂമിലോട്ട് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും 2 മാങ്ങ തീർന്നു പോയി. അപ്പോൾ അക്കു പറയും ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു മാങ്ങയും കൂടെ എടുത്ത് ഞാൻ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ അക്കു താൻ എടുത്തോണ്ട് വന്ന് അവൻ തന്നെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് അവൻ പീസാക്കി വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ എടുത്തോണ്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് ബാപ്പിക്കൂടെ കൊടുക്കാമെന്ന് അമ്മൂനോട് പറയും. അമ്മു കഴിച്ച് ബാപ്പിക്കൂടെ കൊടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ അങ്ങനെ ഇക്ക കിടക്കുമായിരുന്നേ. കട്ടിലിൽ കൊണ്ടുവച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരോടും അവിടെ ഇരുന്ന് കഴിച്ച് ഇക്കയ്ക്ക് ചായയും കൊണ്ട് കൊടുത്ത് ഞങ്ങളെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇക്ക പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇക്ക റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പോൾ ഇക്കയുടെ കൂടെ ഇന്ന് അക്കുവും പോകുന്നുണ്ട്. അമ്മു എൻ്റെ കൂടെ കൂട്ടിന് വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നലെ അക്കു അല്ലേ കൂട്ടിന് ഇരുന്നത്. അത് കാരണം ഇന്ന് അമ്മുവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അമ്മു ഞാനിവിടെ കിടന്നപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങാളൊക്കെ പിഴിഞ്ഞോട് കൊണ്ട് തരികയാണ് കേട്ടോ. എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞേ. പിന്നെ അതിനുശേഷം അമ്മു വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അവിടെ റീൽസൊക്കെ കണ്ടുകൊണ്ട് കിടക്കുക. ഞാൻ ആ സമയം എഡിറ്റിങ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ സമയം എത്ര മണിയായി? 9:45 10:45 ആയിട്ടുണ്ട്. അവർ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ചപ്പാത്തിയും രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അക്കു വന്നിട്ടുണ്ട്. അപ്പോൾ അക്കു എനിക്ക് ടാബിൽ പുതിയ കവറൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കിച്ചുവിന് നാണവായ്പ കേട്ടോ. അത് കിച്ചു ഇങ്ങനെ പൊത്തിക്കൊണ്ട് വന്നു. അപ്പോൾ അക്കുവും കിച്ചുവും ബാപ്പിയും ഒക്കെ റെസ്റ്റോറൻറ്റ് അടച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം അക്കുവിനോട് എൻ്റെ കൂടെ വന്ന് ആ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അക്കുവിനെ പിടിച്ച് എൻ്റെ കട്ടിലിരുത്തിയതാണ്. പിന്നെ രാത്രി ഞാനും ഇക്കയും കൂടെ പടം കാണുകയാണ് കേട്ടോ. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പടം കണ്ടിട്ടാണ് എപ്പോഴും കിടന്ന് ഉറങ്ങാറുള്ളത്. അപ്പോൾ തന്നെ സമയം 12:15 കേട്ടോ.
അതിന് ശേഷം പിന്നെ എല്ലാവർക്കും വിശക്കുന്നെന്ന് പറയുന്നേ. പിന്നെ എല്ലാവരും കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു. രാത്രി 1:15 സംഭവമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.